നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വെൽക്കം ടു ഓൾ. താങ്ക് യു ഫോർ ദിസ് കോപ്പറേഷൻ. നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് യൂണിവേഴ്സൽ ഹ്യൂമൻ വാല്യൂസ് എന്നുള്ള ടോപ്പിക്കാണ്. അത് നമ്മൾ ഹ്യൂമാനിറ്റീസ് എടുത്ത ആളുകള് അവരുടെ ഇഗ്നോ മെറ്റീരിയൽ BSSS 183 ലൈഫ് സ്കിൽ എന്ന ഈ സബ്ജക്റ്റില് നമുക്ക് ബ്ലോക്ക് 1 സിവിക് അവയർനെസ് ആണ് ഉള്ളത്. അതിന്റെ കീഴിലുള്ള യൂണിറ്റ് ഫസ്റ്റ്, അതാണ് യൂണിവേഴ്സൽ ഹ്യൂമൻ വാല്യൂസ്, ഒന്നാമത്തെ യൂണിറ്റ് ആണ്. ആദ്യമായിട്ട് നമുക്ക് ഇഗ്നോന്റെ ഒരു സ്വഭാവം അറിയുന്നവരാണ് നമ്മളൊക്കെ, കേട്ട് മനസ്സിലാക്കിയവരോ പരിചയിച്ച് അറിഞ്ഞവരോ ആയിരിക്കാം. സോ നമ്മൾ എക്സാം എഴുതുന്ന സമയത്ത് പൊതുവെ മറ്റുള്ള എക്സാമിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ആൻസർ ആണ് ഇഗ്നോ ആഗ്രഹിക്കുന്നത്. സോ അവരുടെ ക്വസ്റ്റ്യൻ ടൈപ്പും അതുപോലെ തന്നെ ആയിരിക്കും. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് വെറും നമ്മൾ പോയിന്റ്സ് മാത്രം പഠിച്ചു പോയാൽ നമുക്ക് ഒരിക്കലും എക്സാം പാസ്സാവാൻ പറ്റില്ല. പോയിന്റിന് നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുത്ത് വളരെ കൃത്യമായിട്ട് ക്ലിയർ ആയിട്ട് അത് ആൻസർ പേപ്പറിൽ നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ അതിന്റെ വിശദീകരണവും അതിന്റെ സബ് ടോപ്പിക്കും അതിന്റെ എക്സാമ്പിൾസും അണ്ടർലൈൻസും ഹൈലൈറ്റ്സ് ഇതൊക്കെ എക്സാമിന്റെ മാർക്ക് കൂട്ടാനുള്ള ഒരു സ്പെഷ്യൽ സ്ട്രാറ്റജി ആയിട്ടാണ് പൊതുവെ മനസ്സിലാക്കാറുള്ളത്. ആദ്യമായിട്ട് ഈ ഒരു ലൈഫ് സ്കിൽ സബ്ജക്റ്റിന്റെ കീഴിൽ നമുക്ക് ഈ കോഴ്സിന്റെ മൊത്തത്തിലൊരു കോണ്ടന്റ് നമുക്ക് മനസ്സിലാക്കാം. ടോട്ടൽ 5 ബ്ലോക്കുകളാണ് ഈ കോഴ്സിന്റെ കീഴിൽ വരുന്നത്. ബ്ലോക്ക് 1 സിവിക് അവയർനെസ് ആണ്. ബ്ലോക്ക് 2 ഡിജിറ്റൽ സ്കിൽസ് ആണ്. ബ്ലോക്ക് 3 ഫൈനാൻഷ്യൽ ലിറ്ററസി ആൻഡ് അവയർനെസ്. ബ്ലോക്ക് 5 ഗവേണൻസ്, സിവിൽ റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. ബ്ലോക്ക് 5 കരിയർ സ്കിൽസ്. ഇതില് ലൈഫ് സ്കിൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജീവിതകാലം ഉടനീളം നമ്മൾ കൊണ്ടുപോകേണ്ട ചില സ്കിൽസ്. അത് പ്രധാനമായും ഈ ഒരു 5 ബ്ലോക്കിലേക്കാണ് നമ്മൾ ചുരുക്കിയിട്ടുള്ളത്. നമുക്ക് ലൈഫ് സ്കില്ലിന്റെ ഭാഗമായിട്ട് ആദ്യം ഒരു സിവിക് അവയർനെസ് നമുക്ക് വേണം. നമ്മൾ പൊതു സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ, ഒരു സൊസൈറ്റിയിൽ ഒരു കൾച്ചറിന്റെ കീഴിൽ ജീവിക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ മറ്റുള്ള ആളുകളോട് നമ്മൾ പാലിക്കേണ്ട ചില കാര്യങ്ങൾ, സിവിക് പൊതുജനങ്ങളോട് നമ്മൾ പെരുമാറേണ്ട രീതി, അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിന്റെ കീഴിൽ യൂണിവേഴ്സൽ ഹ്യൂമൻ വാല്യൂസ്, ലീഗൽ അവയർനെസ്, പബ്ലിക് ഹെൽത്ത്, ഡിസാബിലിറ്റി, ജെൻഡർ സാറ്റിസ്ഫാക്ഷൻ, ഇത്രയും കാര്യങ്ങളാണ് ഈ സിവിക് അവയർനെസിന്റെ കീഴിൽ വരുന്നത്. ഡിജിറ്റൽ സ്കിൽസും ഒരു സോഫ്റ്റ് സ്കില്ലാണ്, പ്രധാനമായിട്ടുള്ള സോഫ്റ്റ് സ്കില്ലാണ്. നമ്മളിപ്പോ പുതിയ ജനറേഷനിൽ, പുതിയ യുഗത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഡിജിറ്റൽ സ്കിൽസ് നമുക്ക് ഒഴിച്ചുകൂടാനാവാത്തൊരു സ്കില്ലാണ്. നമുക്ക് ഇനി വരുന്ന കാലം AI യുഗം എന്നൊക്കെ പറയുമ്പോൾ ഒരിക്കലും നമുക്ക് ഡിജിറ്റൽ അവയർനെസ് അല്ലെങ്കിൽ ഡിജിറ്റൽ ലിറ്ററസി, ഡിജിറ്റൽ സ്കില്ല് നമുക്ക് ഇല്ലാണ്ട് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ മറ്റൊരു ഭാഗമായിട്ട് ബ്ലോക്ക് 3 പറയുന്ന ഫൈനാൻഷ്യൽ ലിറ്ററസി ആൻഡ് അവയർനെസ്. അത് ബാങ്കിങ് സിസ്റ്റം, ഫൈനാൻസ്, അതുപോലെ തന്നെ സേവിങ്സ്, ഇൻവെസ്റ്റ്മെന്റ്, നമ്മൾ ചെലവഴിക്കേണ്ട രീതി, പ്രയോറിറ്റി, നമ്മളൊരു സാധനം പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവേണ്ട ബാർഗെയിനിങ് സ്കിൽസ്, അതുപോലെ തന്നെ സമ്പത്ത് കളക്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും ചെലവഴിക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ഫൈനാൻഷ്യൽ ലിറ്ററസിയിൽ അതിന്റെ അവയർനെസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. 4ാമത്തെ ബ്ലോക്കിൽ പ്രധാനമായിട്ടും നമുക്കറിയാം, നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഗവേണിംഗ് ബോഡി ഉണ്ട്, അതുപോലെ തന്നെ കോർട്ട് ഉണ്ട്. നമുക്ക് ജസ്റ്റിസ്, നമുക്ക് നീതി വേണം, നമുക്ക് സ്വതന്ത്രം വേണം, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പ്രൊജക്റ്റ് ചെയ്യാനും അതിലേക്ക് ആളുകളെ കൊണ്ടുവരാനും നമ്മുടെ നല്ല വാല്യൂസ് ഉയർത്തി കാണിക്കാനൊക്കെ നമ്മുടെ ഈ ഇന്ത്യയിൽ ഇവിടെ അവകാശമുണ്ട്. അപ്പൊ എങ്ങനെയൊക്കെയാണ് അവകാശങ്ങൾ നേടിയെടുക്കേണ്ടത്, നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന മേഖലകൾ ഏതൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അതിന്റെ കീഴിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക.
അതുപോലെ തന്നെ കരിയർ സ്കിൽ, നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് പ്രധാനമായിട്ടും ആവശ്യമുള്ള കരിയർ സ്കില്ല് എന്തൊക്കെയാണ്, കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് അതിനൊക്കെ ഉപയോഗിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ബ്ലോക്ക് 5ന്റെ കീഴിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇന്നത്തെ ഈ ഒരു ക്ലാസ് നമുക്ക് പ്രധാനമായും ലൈഫ് സ്കില്ലിന്റെ കീഴിൽ ഒന്നാമത്തെ ബ്ലോക്കിലെ യൂണിവേഴ്സൽ ഹ്യൂമൻ വാല്യൂസ്, അതാണ് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനുള്ളത്. നമ്മൾ കോഴ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഞാൻ ആദ്യം ചോദിക്കുകയാണ്, എന്താണ് ലൈഫ് സ്കിൽസ്? നമുക്ക് ലൈഫ് സ്കിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് അത് ലൈഫ് സ്കിൽസ് എന്ന് കേൾക്കുന്ന സമയത്ത് എന്താണ് നമ്മുടെ മൈൻഡിലേക്ക് ആദ്യം വരുന്നത്? ശരിയാണ്, നമുക്ക് പല സാധനങ്ങൾ, പല കാര്യങ്ങൾ നമ്മുടെ ജീവിത മൈൻഡിലേക്ക് വരും ലൈഫ് സ്കിൽസ് എന്ന് പറയുമ്പോൾ. എന്നാലും ഒരു കട്ട് ആൻഡ് ക്ലിയർ ആയിട്ട് ഞാനൊന്ന് ചെറിയ രീതിയിൽ വിശദീകരിച്ചു തരാം. നമ്മുടെ ലൈഫ് സ്കിൽസ് എന്ന് പറയുമ്പോൾ ഒരാൾക്ക് ശരിക്കും ജീവിച്ചു പോവാൻ വേണ്ടി ഒരുപാട് സ്കില്ല് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അങ്ങനെ സ്കില്ലുള്ള ആളുകൾക്ക് മാത്രമേ വലിയ വലിയ ഒരു ലൈഫ് സ്കിൽ എന്ന് പറയുന്നത് ജീവിക്കാൻ വേണ്ടി സ്കിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത് അല്ല ശരിക്കും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ജീവിതം കൃത്യമായും വ്യക്തമായും സന്തോഷത്തോടെയും മറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടാക്കാതെയും നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോവാൻ നമ്മെ സഹായിക്കുന്ന ചില വാല്യൂസ്, ചില കഴിവുകൾ, അതാണ് ലൈഫ് സ്കില്ലിന് ഉള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിംപ്ലി നമുക്ക് പറയുകയാണെങ്കിൽ ചിന്തിക്കുക, തിങ്കിങ് എന്ന് പറയുന്നത് ഒരു ലൈഫ് സ്കില്ലാണ്. നമുക്കൊരു കാര്യം, എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ആ പ്രശ്നത്തെ കുറിച്ച് കൂടുതൽ ആലോചിക്കുകയും ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുകയും നമുക്ക് ആ തിങ്കിങ് സ്കില്ലിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ അതിനോട് സമാനമായിട്ടുള്ള മറ്റൊരു സ്കില്ലാണ് ക്രിട്ടിക്കൽ തിങ്കിങ്. ഉദാഹരണത്തിന് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പ്രശ്നം വരുന്ന സമയത്ത് ആ പ്രശ്നം എവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു, എന്താണ് അതിന്റെ സൊല്യൂഷൻ എന്നൊക്കെ നമ്മൾ മനസ്സിൽ കൊണ്ടുവന്ന് അനാലിസിസ് നടത്തി അതിനെ ക്രിട്ടിസൈസ് ചെയ്ത് അതിന് സൊല്യൂഷൻ കണ്ടെത്തുക. ഇത് മറ്റൊരു സ്കില്ലാണ്. വേറൊരു സ്കില്ല് പറയുകയാണെങ്കിൽ പേഴ്സണൽ സ്കില്ല്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട ചില സ്കില്ലുകൾ, ഡിസിപ്ലിൻ, മര്യാദ, അതുപോലെ തന്നെ അച്ചടക്കം, ടൈം മാനേജ്മെന്റ്, മറ്റുള്ള കാര്യങ്ങളൊക്കെ, അതൊക്കെ എന്താണ് പേഴ്സണൽ സ്കിൽസിന്റെ കീഴിൽ വരുന്നതാണ്. അതൊക്കെയാണ് മെയിൻ ലൈഫ് സ്കിൽസുകളായിട്ട് നമ്മൾ സാധാരണ പൊതുവെ എണ്ണാറുള്ളത്. അതുപോലെ തന്നെ വെരി ബേസിക് ആയിട്ടുള്ള ചില ലൈഫ് സ്കിൽസും ഉണ്ട്. അത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവേണ്ടതാണ്. ജീവിതത്തിൽ പല ആളുകളും ഇതിനെ അശ്രദ്ധമായിട്ട് കാണാറുണ്ട്. അതിന് വലിയ വാല്യൂസ് ഒന്നും ഇല്ല, അതിപ്പോ ഉണ്ടായിട്ട് എന്താണെന്നുള്ള ചിന്തകളും ചോദ്യങ്ങളൊക്കെയാണ് പല ആളുകൾക്കും ഉള്ളത്. അതിൽപ്പെട്ട ചില ബേസിക് ആയിട്ടുള്ള ലൈഫ് സ്കില്ലുകളാണ് പേഴ്സണൽ ഹൈജീൻ, അതുപോലെ തന്നെ കുക്കിംഗ്, ഡ്രൈവിംഗ്. അതൊക്കെ എന്താണ്, നമ്മൾ അറിഞ്ഞാൽ നമുക്കത് നമ്മുടെ ജീവിതം ഒന്നും കൂടെ കളർഫുൾ ആക്കാൻ പറ്റും. പേഴ്സണൽ ഹൈജീൻ ഒക്കെ നമുക്ക് നിർബന്ധമായിട്ട് അത് അറിഞ്ഞിരിക്കേണ്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് കൂടിയാണ് ഈ പേഴ്സണൽ ഹൈജീൻ എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ കുക്കിംഗ് അറിഞ്ഞിട്ടില്ലെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലെങ്കിലും കുക്കിംഗ് അറിയുന്ന ഒരാളെ പോലെ സന്തോഷവാനായിട്ടും സമാധാനത്തോടു കൂടിയും മറ്റുള്ളവരെ ആശ്രയിക്കാതെയും ജീവിക്കാൻ നമുക്ക് പറ്റില്ല. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് ലൈഫ് സ്കിൽ നമുക്ക് പൊതുവെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഈ ലൈഫ് സ്കില്ലിന്റെ കീഴിൽ വരുന്ന ഫസ്റ്റ് ബ്ലോക്കിലെ സിവിക് അവയർനെസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന ആളുകളാവുമ്പോൾ, നമ്മളൊരു ജനമധ്യത്തിൽ ജീവിക്കുന്ന വ്യക്തിയാവുമ്പോൾ നമുക്ക് മറ്റുള്ള ആളുകളോട് ചെയ്യേണ്ട പ്രധാനമായിട്ടും അവരെ പരിഗണിക്കുകയും അവർക്ക് ബുദ്ധിമുട്ടാക്കാത്ത രീതിയിൽ അവർക്ക് ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ നമ്മളിവിടെ ജീവിക്കലും ഒക്കെ നമ്മുടെ കൂടെ കടമയാണ്. മറ്റുള്ളവർക്ക് അക്രമം പരത്തുന്ന രീതിയിൽ വിദ്വേഷ സംസാരങ്ങൾ അല്ലെങ്കിൽ ആയുധ ഉപയോഗ അക്രമങ്ങൾ ഇതൊന്നും ഒരിക്കലും നമുക്ക് കൂടെ ചേർത്തുകൂടാ. കാരണം നമുക്ക് ഒരു സിവിക് അവയർനെസ് നമ്മൾ ഇല്ല എന്നുണ്ടെങ്കിൽ, നമുക്ക് തോന്നിയ പോലൊക്കെ ജീവിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതൊരിക്കലും സപ്പോർട്ടീവ് അല്ല. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവുന്നുള്ള കാര്യം ഷുവറാണ്. അതുപോലെ തന്നെ മറ്റൊരു ടേമാണ് ഹ്യൂമൻ വാല്യൂസ് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ഫസ്റ്റത്തെ യൂണിറ്റ് 1 യൂണിവേഴ്സൽ ഹ്യൂമൻ വാല്യൂസ് എന്നാണ്. ഹ്യൂമൻ വാല്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടു നടക്കേണ്ട ചില വാല്യൂസ്, ചില കപ്പിൾ ഓഫ് പ്രിൻസിപ്പിൾസ്,
അതുപോലെ തന്നെ ചില മൂല്യങ്ങൾ, ചില ഉത്തരവാദിത്തങ്ങൾ. അതാണ് ഹ്യൂമൻ വാല്യൂസ് എന്ന് പറയുന്നത്. ഹ്യൂമൻ വാല്യൂസിന്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ട്രൂത്ത്, നമുക്കൊരു സത്യസന്ധത എന്നുള്ള ഒരു വാല്യൂ നമ്മൾ പൊതുവെ എല്ലാവരും നല്ലൊരു പോസിറ്റീവ് വാല്യൂ ആയിട്ട് കാണുന്നതാണ് തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ അതുപോലത്തെ സത്യസന്ധത, മര്യാദ, മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യുക, അതുപോലത്തെ വാല്യൂസ് ഒക്കെ നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ട വാല്യൂസ് ആണ്. അപ്പോൾ അത്തരം വാല്യൂസുകളാണ് നമ്മൾ ഹ്യൂമൻ വാല്യൂസ് എന്ന് പറയുന്നത്. ഇനി അതിന്റെ കീഴിൽ യൂണിവേഴ്സൽ ഹ്യൂമൻ വാല്യൂസ് എന്ന് പറയുമ്പോൾ പൊതുവെ യൂണിവേഴ്സൽ, നമ്മൾ പ്രാപഞ്ചികപരമായിട്ട് നമ്മൾ കൊണ്ടുവരുന്ന ചില സ്പെഷ്യൽ ഹ്യൂമൻ വാല്യൂസ് ഉണ്ട്, പ്രധാനപ്പെട്ട. അതൊക്കെ എന്തൊക്കെയാണ് എന്നാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ, ഈ യൂണിറ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫസ്റ്റ്, ഇൻട്രഡക്ഷൻ ടു ഹ്യൂമൻ വാല്യൂസ്. എന്താണ്, വാട്ട് ആർ ദ ഹ്യൂമൻ വാല്യൂസ്? ഹ്യൂമൻ വാല്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹ്യൂമൻ വാല്യൂസ് ആർ ദ പ്രിൻസിപ്പിൾസ് ആൻഡ് സ്റ്റാൻഡേർഡ് that people in a society choose a prefer. അതായത് നമ്മുടെ സൊസൈറ്റിയിൽ, നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ നമ്മൾ മനുഷ്യർ തെരഞ്ഞെടുക്കുന്ന ചില പ്രിൻസിപ്പിൾസ് ആണ്, അല്ലെങ്കിൽ ചില സ്റ്റാൻഡേർഡുകളാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ വാല്യൂസ് ഒക്കെ നമ്മളെ നല്ല രീതിയിൽ പെരുമാറാനും, നല്ല രീതിയിൽ ചിന്തിക്കാനും, നല്ല രീതിയിൽ മറ്റുള്ളവർക്ക് ഔട്ട്പുട്ട്സ് കൊടുക്കാനും, മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യാനും നമ്മളെ സഹായിക്കുന്ന ചില വാല്യൂസ് ആണ് അതൊക്കെ. അത് നമ്മുടെ ബെറ്റർ ഓർ ബെസ്റ്റ് ലൈഫിലേക്ക് അത് നയിക്കുകയും ചെയ്യും. ഇത്തരം വാല്യൂസുകളാണ് നമ്മൾ പൊതുവെ ഹ്യൂമൻ വാല്യൂസ് എന്ന് പറയാറുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ഹ്യൂമൻ വാല്യൂസ് എന്തുകൊണ്ട് ഇമ്പോർട്ടൻസ് ആണ്? നമ്മുടെ ജീവിതത്തിൽ ഒരു അർത്ഥം ഉണ്ടാവുക എന്നൊക്കെ നമ്മൾ പൊതുവെ പറയാറുണ്ടല്ലോ. ജീവിതത്തിന് അർത്ഥം ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു അർത്ഥവത്തായ ജീവിതം നയിക്കണം എന്നുള്ള ആ ഒരു അർത്ഥത്തെ സൂചിപ്പിക്കുന്ന ചില വാല്യൂസ്, ആ അർത്ഥത്തെ സൂചിപ്പിക്കുന്ന ചില വാല്യൂസ്, അതാണ് സത്യമായിട്ടും ഹ്യൂമൻ വാല്യൂസ് എന്നുള്ളതുകൊണ്ട് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി അതിന് കീഴിൽ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് ചർച്ച ചെയ്യാനുള്ളത് ഹൗ ഹ്യൂമൻ വാല്യൂസ് ഫോംഡ്. എങ്ങനെയാണ് ഹ്യൂമൻ വാല്യൂസ് ഉണ്ടായി വന്നത്, ഉൾത്തിരിഞ്ഞു വന്നത്? നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ ഹ്യൂമൻ വാല്യൂസ് എന്ന് പറയുന്ന സംഭവം എങ്ങനെയാണ് ആദ്യം ഒരു വ്യക്തിയിൽ ഉണ്ടായി വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ചർച്ച ചെയ്യാനുള്ളത്. ഹ്യൂമൻ വാല്യൂസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഒരു കുട്ടി ജനിക്കുമ്പോഴേ ആ കുട്ടിയുടെ കൂടെ ഉണ്ടായി വരുന്ന ഒരു സംഭവമല്ല, ഒരു വാല്യൂസ് അല്ല ഹ്യൂമൻ വാല്യൂസ് എന്നുള്ളത്. അത് വ്യത്യസ്ത സോഴ്സുകളിൽ നിന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ടൈം എടുത്തുകൊണ്ട് ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു സ്കില്ലാണ്, അല്ലെങ്കിൽ ഒരു പ്രോസസ്സാണ് ഹ്യൂമൻ വാല്യൂസ് എന്ന് പറയുന്നത്. പൊതുവെ ആദ്യമായിട്ട് ഒരു മെയിൻ ഒറിജിൻ ഓഫ് ഹ്യൂമൻ വാല്യൂസ് എന്ന് പറയുന്നത് കൾച്ചർ ആൻഡ് സൊസൈറ്റി ആണ്. നമ്മൾ ജീവിക്കുന്ന കമ്മ്യൂണിറ്റിയിൽ, അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന കൾച്ചർ, അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയാണ്, അല്ലെങ്കിൽ നമ്മുടെ കൾച്ചറാണ് ഏറ്റവും ആദ്യത്തെ ഹ്യൂമൻ വാല്യൂസിന്റെ സോഴ്സ് എന്ന് പറയുന്നത്, ഒറിജിൻ എന്ന് പറയുന്നത്. എന്താണ് ഈ കൾച്ചർ ആൻഡ് സൊസൈറ്റി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ട്രഡീഷൻ, അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റംസ്, നമ്മുടെ ആചാരങ്ങൾ, നമ്മുടെ പ്രാക്ടീസസ്, നമ്മുടെ ചെയ്തികൾ, നമ്മുടെ കമ്മ്യൂണിറ്റി ഉണ്ടാക്കി തന്നിട്ടുള്ള ചില വാല്യൂസ്. ആ വാല്യൂസ് ആണ് കൾച്ചർ ആൻഡ് സൊസൈറ്റിയിൽ നിന്നും നമുക്ക് ഉണ്ടായി വന്നിട്ടുള്ള വാല്യൂസ്. ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണല്ലോ. സോ ഇന്ത്യൻ കൾച്ചറിൽ നമ്മൾ ചില കൾച്ചറിന്റെ കീഴിലൊക്കെ നമ്മൾ പറയാറുണ്ട്, നമ്മൾ മുതിർന്ന ആളുകളുടെ പാദം സ്പർശിക്കുക, അല്ലെങ്കിൽ അവരോടൊന്ന് കുനിയുക, അവരെ റെസ്പെക്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അങ്ങനെയൊക്കെ ചെയ്യുക എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അത് എന്താണ്? അതൊരു റെസ്പെക്ട് എന്ന് പറയുന്ന ഒരു വാല്യൂ നമ്മളെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്ത് വന്ന ഒരു പ്രോസസ്സാണ്.
അത് നമ്മൾ ചില സമയത്തൊക്കെ അങ്ങനെ മുതിർന്ന ആളുകളുടെ കാലിൽ തൊടുക എന്ന് പറയുന്നത് റെസ്പെക്റ്റ് ആണ് എന്നുള്ള ആ ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്തു വന്നത് അത് പഠിപ്പിച്ചത് ആരാണ്? നമ്മുടെ ചൈൽഡ്ഹുഡ്, നമ്മൾ ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ ഫാമിലി അല്ലെങ്കിൽ നമ്മുടെ കൾച്ചർ, നമ്മുടെ സൊസൈറ്റി ഒക്കെ നമുക്ക് ഉണ്ടാക്കി തന്ന ഒരു അറിവാണ് മുതിർന്ന ആളുകളുടെ കാലിക്കൽ സ്പർശിക്കുക അല്ലെങ്കിൽ അവരോട് മുമ്പിൽ ഒന്ന് കുനിഞ്ഞു നിൽക്കുക എന്നൊക്കെ പറയുന്നത് ഒരു റെസ്പെക്റ്റ് ആണ് എന്നുള്ളത് ആര് പറഞ്ഞതാണ്? നമ്മുടെ കൾച്ചറൽ സൊസൈറ്റിയിൽ നമുക്ക് ലഭിച്ച ഒരു സ്കില്ലാണ്, ഒരു വാല്യൂ ആണ്. അതുപോലെ തന്നെ ഓരോ കൾച്ചറിലും ഓരോ സൊസൈറ്റിയിലും വ്യത്യസ്തമായിട്ടുള്ള ഓരോ ഹ്യൂമൻ വാല്യൂസ് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. അങ്ങനെ ഇപ്പം ചുരുക്കി പറഞ്ഞാല് ഹ്യൂമൻ വാല്യൂസ് ഫോം ചെയ്യുന്നതിൽ കൾച്ചർ ആൻഡ് സൊസൈറ്റി വലിയ ഒരു പങ്ക് വഹിക്കുന്നുണ്ട് എന്നാണ് ടോട്ടലി. രണ്ടാമത്തെ ഒരു സോഴ്സ് ആണ് ഹ്യൂമൻ വാല്യൂസ് ഡെവലപ്പ് ചെയ്ത് വന്ന മറ്റൊരു സോഴ്സ് ആണ് ഫാമിലി ആൻഡ് അപ്ബ്രിങ്ങിങ്. രണ്ടാമത്തെ, അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഫാമിലിയിൽ ജീവിക്കുന്ന ആളുകളാവുമ്പോൾ നമ്മുടെ ഫാമിലിയിൽ പ്രധാനമായിട്ടും നമ്മുടെ പാരന്റ്സ് ഉണ്ടാവും, നമ്മുടെ അച്ഛനുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ അമ്മ ഉണ്ടാവും, നമ്മുടെ സിബ്ലിങ്സ് ഉണ്ടാവും. ഇനിയിപ്പം ജോയിന്റ് ഫാമിലി ആണെങ്കിൽ വേറെയും ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടാവും. അപ്പൊ അവരുടെ കൂട്ടത്തിൽ ജീവിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പുതിയ അറിവുകൾ, പുതിയ കാര്യങ്ങൾ നമുക്ക് പഠിച്ചെടുക്കാൻ ആയിട്ട് സാധിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ അതിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ പാരന്റ്സ് ഒക്കെ എല്ലാവരും സത്യം മാത്രമേ പറയുന്ന ആളുകളാണെന്ന് വെക്കുക സപ്പോസ്. അപ്പോൾ അതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു സത്യം പറയുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു വാല്യൂ ആണ്, ഒരു കാര്യമാണ്. അപ്പൊ ആ ഒരു സത്യം പറയുക എന്നുള്ള സംഭവം നമ്മുടെ ജീവിതത്തിലുടനീളം നമ്മൾ മുറുകെ പിടിക്കുന്നോ അത്രയും കാലം നമുക്ക് അതുകൊണ്ട് അതിന്റെ ഫെയർനെസ്, അതിന്റെ ഗുണങ്ങളെ, അതിന്റെ ബെനിഫിറ്റ്സ് നമുക്ക് ഉണ്ടാവുന്നു. അപ്പൊ അങ്ങനെ ഫാമിലി ഒരു സത്യം മാത്രം പറയുന്ന ഒരു ഫാമിലി ആകുമ്പോൾ ആ ഒരു സത്യം പറയുക എന്നുള്ള ആ ഒരു ട്രൂത്ത് ടെല്ലിങ് അത് നമ്മുടെ ജീവിതത്തിൽ ഭാഗമായിട്ട് വരുന്നു. അപ്പം ഫാമിലിയിൽ നിന്ന് നമുക്ക് കിട്ടിയ ഒരു വാല്യൂ ആണ് എന്ത്? സത്യം മാത്രം പറയുക. കാരണം എന്റെ മാതാപിതാക്കളും എന്റെ സിബ്ലിങ്സും എന്റെ വീട്ടിലുള്ള എല്ലാവരും സത്യം മാത്രമേ പറയാറുള്ളൂ. ഒരു കളവ് പറയേണ്ട സിറ്റുവേഷൻ ഉണ്ടായിട്ട് പോലും കളവ് പറയാതെ അവർ അവിടെ സത്യം പറഞ്ഞ് വിജയിക്കുന്ന ആളുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കുട്ടി, വളർന്നു വരുന്ന ഒരു കുട്ടി മനസ്സിലാക്കുകയാണെങ്കിൽ ആ ഒരു സത്യം പറയുക എന്നുള്ള വാല്യൂ അവന്റെ ഫാമിലിയിൽ നിന്ന് അവർക്ക് ലഭിച്ച ഒരു സമ്പത്തായിട്ട് നമുക്ക് കണക്കാക്കാം. അടുത്തതായി മൂന്നാമത്തെ മറ്റൊരു സോഴ്സ് ആണ് എഡ്യൂക്കേഷൻ ആൻഡ് സ്കൂൾസ്. എഡ്യൂക്കേഷൻ ആൻഡ് സ്കൂൾസ് അതിന്റെ കീഴിൽ നമുക്ക് ഒരുപാട് വാല്യൂസ് നമുക്ക് ലഭിച്ചിട്ടുണ്ടാവും. കാരണം നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഒരു കുട്ടി ചെറുപ്പത്തിൽ നിന്ന് വളർന്നു വരുന്ന സമയത്ത് ഒരു 5 വയസ്സ് കഴിയുമ്പോൾ അവനെ സ്കൂളിലേക്ക് ചേർക്കുന്നു. സ്കൂളിലേക്ക് ചേർത്തി കഴിയുന്ന സമയത്ത് അവന് അല്ലെങ്കിൽ അവൾക്ക്, ആ കുട്ടിക്ക്, ആ ഒരു വ്യക്തിക്ക് വലിയ മാറ്റങ്ങൾ പെട്ടെന്ന് നമുക്ക് അവരുടെ ജീവിത ശൈലിയിൽ അല്ലെങ്കിൽ അവരുടെ സംസാരത്തിൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അത് സ്കൂൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലിയെ പോലെയല്ല. സ്കൂൾ എന്ന് പറയുമ്പോൾ വ്യത്യസ്ത കൾച്ചറിൽ നിന്നും, വ്യത്യസ്ത റിലീജിയനിൽ നിന്നും, വ്യത്യസ്ത കസ്റ്റംസ്, വ്യത്യസ്ത പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളൊക്കെ സംഗമിക്കുന്ന ഒരു ഇടമാണ് സ്കൂൾ എന്ന് പറയുന്നത്. നമ്മൾ മാത്രമല്ലല്ലോ, നമ്മുടെ കൂടെ നമ്മുടെ ഫ്രണ്ട്സുകൾ ഉണ്ടാവും. ആ ഫ്രണ്ട്സ് വേറെ ഫാമിലിയിൽ നിന്നായിരിക്കും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സത്യം മാത്രം പറയുന്ന ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരു കുട്ടി ഉണ്ടാവും, കളവ് പറഞ്ഞ് ശീലിച്ച് വരുന്ന ഫാമിലിയിൽ നിന്നുള്ള ഒരു കുട്ടി ഉണ്ടാവും, വേറെ എന്തെങ്കിലും നല്ലതും ചീത്തതുമായ വാല്യൂസ് തലയിലേറ്റി വരുന്ന ഒരു കുട്ടികളൊക്കെ ഉണ്ടായേക്കാം. അവരൊക്കെ സംഗമിക്കുന്ന ഒരു സ്പേസ് ആണ് സ്കൂൾ എന്ന് പറയുന്നത്. സ്കൂളിൽ നിന്ന് നമുക്ക് 2 രീതിയിൽ എന്ത് കിട്ടും? ഹ്യൂമൻ വാല്യൂസ് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഒന്ന് ഫോർമൽ സെക്ടറിൽ നിന്നും അതുപോലെ തന്നെ ഇൻഫോർമൽ സെക്ടറിൽ നിന്നും. ഫോർമൽ സെക്ടറിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒന്നാണ് നമ്മുടെ പാഠപുസ്തകത്തിൽ നിന്ന് പഠിക്കുന്ന അറിവുകൾ, അതുപോലെ തന്നെ നമ്മുടെ ടീച്ചേഴ്സ് നമ്മോട് പറയുന്ന കാര്യങ്ങൾ, അവർ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യങ്ങള്, അല്ലെങ്കിൽ നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന പല കാര്യങ്ങൾ, നമുക്ക് ജീവിതശൈലിയിൽ നമുക്ക് അനുഭവിച്ചറിയാൻ കിട്ടുന്ന ചില അറിവുകൾ നമ്മൾ ടീച്ചേഴ്സ് മുഖേന, അതൊക്കെയാണ് നമ്മുടെ ഫോർമൽ ആയിട്ട് നമുക്ക് സ്കൂളിൽ നിന്ന് കിട്ടുന്ന വാല്യൂസ്.
ഫോർ എക്സാമ്പിൾ, ഒരു കുട്ടിക്ക് സത്യം പറയുക എന്നുള്ള വിവരം അവൻ ആദ്യമായിട്ട് കിട്ടിയത് സ്കൂളിൽ നിന്നാണെങ്കിൽ ആ സ്കൂളിൽ നിന്ന് ടെക്സ്റ്റ് ബുക്കിൽ നിന്നോ അല്ലെങ്കിൽ ടീച്ചേഴ്സ് പറഞ്ഞു തരുന്ന ആ ഒരു സമയത്ത് കിട്ടുന്നതാണ് എന്നുണ്ടെങ്കിൽ അതൊരു ഫോർമൽ ഒപ്റ്റൈനിങ് ആണ്. അതുപോലെ തന്നെ ഇൻഫോർമൽ ആയിട്ട് നമ്മൾ പ്ലേ ടൈം, സ്കൂളിലെ ഗ്രൗണ്ടിൽ ഇറങ്ങുന്ന സമയത്ത് കുട്ടികളെല്ലാവരും ഒരുമിച്ച് നിൽക്കുകയും കുട്ടികൾ പരസ്പരം അവരുടെ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു സത്യം മാത്രം പറഞ്ഞു വരുന്ന ഫാമിലിയിൽ നിന്ന് വന്ന കുട്ടിക്ക് കളവ് പറയാനുള്ള അവസരം ഉണ്ടാവുകയും അവന്റെ സുഹൃത്ത് കളവ് പറഞ്ഞ് രക്ഷപ്പെടുകയും കാണുമ്പോൾ ഈ സത്യം മാത്രം പറഞ്ഞ് ജീവിച്ചു വന്ന കുട്ടിയുടെ ഒരു ഉള്ളിലൊരു തോന്നൽ ഉണ്ടാവുന്നു. അതൊരു ബാഡ് വാല്യൂസ് ആണ്. അത് നമുക്ക് ഒരിക്കലും പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഒരു ബാഡ് കുട്ടിക്ക് ഒരു സത്യം മാത്രം കളവ് പറഞ്ഞ് ശീലിച്ച ഒരു കുട്ടിക്ക് സത്യം മാത്രം പറയാ എന്നുള്ള ആ ഒരു വാല്യൂ അവനിലേക്ക് ട്രാൻസ്ഫോം ചെയ്യപ്പെടുമ്പോൾ അതാണ് പ്ലേ ടൈമിൽ നിന്നൊക്കെ നമുക്ക് ഇൻഫോർമൽ ആയിട്ട് കിട്ടുന്ന ഒരു വാല്യൂ എന്ന് പറയുന്നത്. മറ്റൊരു സോഴ്സ് ആണ് മറ്റൊരു ഒറിജിൻ ഓഫ് ഹ്യൂമൻ വാല്യൂ ആണ് പേഴ്സണൽ എക്സ്പീരിയൻസ്. പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് നമ്മുടെ സിറ്റുവേഷൻ നമ്മെ പഠിപ്പിക്കുന്ന, നമ്മൾ ജീവിച്ചു വരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആ ഒരു ചില വാല്യൂസ്, അതാണ് നമ്മൾ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വാല്യൂസ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോ കളവ് പറയുക സത്യം പറയുക എന്നുള്ള കേസ് തന്നെ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മൾ കളവ് പറയുന്നു, ആ കളവ് പിടിക്കപ്പെടുന്നു. പൊതുജനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ടീച്ചർ അല്ലെങ്കിൽ വേറെ ആരെയോ ആവട്ടെ പിടിക്കപ്പെടുന്നു. അതോടുകൂടി നമുക്ക് ഒരു വല്ലായ്മ ഫീൽ ചെയ്യും. പക്ഷെ വേണ്ടില്ലായിരുന്നു, അല്ലെങ്കിൽ ഒരു റിഗ്രറ്റ് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ സത്യം പറയുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഹാപ്പിനെസ്, അല്ലെങ്കിൽ ഞാൻ സത്യം പറഞ്ഞതുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, കളവ് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും, ഒരു കളവ് സ്ഥിരപ്പെടുത്താൻ 100 മറ്റ് കളവുകൾ പറയേണ്ടി വരും. അത്രയും സമയം ആളുകൾ നമ്മളെങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും, പിന്നെ ആളുകൾ നമ്മളെ വിലയിരുത്തും എന്നുള്ള ഫാക്ടേഴ്സ് എല്ലാം ഉണ്ടായത് കൊണ്ട് തന്നെ കളവ് പറയാൻ പാടില്ല എന്ന് നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടി. അതുപോലെ തന്നെ സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഗുണങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട് തന്നെ സത്യം മാത്രമേ ഇനി പറയാവൂ, സത്യമേ വിജയിക്കൂ, സത്യം പറഞ്ഞവരെ മുന്നോട്ട് പോയിട്ടുള്ളൂ, ആദ്യം കുറച്ച് കയ്പാണെങ്കിലും പിന്നീട് മതിരിക്കുന്നത് സത്യം തന്നെയായിരിക്കും എന്നൊക്കെ നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നമുക്ക് ലഭിക്കുന്ന വാല്യൂസ് ആണ് ഇതൊക്കെ. അതുപോലെ തന്നെ മറ്റ് ഒരു റിസോഴ്സ് ആണ് മീഡിയ ആൻഡ് പോപ്പുലർ കൾച്ചേഴ്സ്. മീഡിയ ആൻഡ് പോപ്പുലർ കൾച്ചേഴ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരുപാട് ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഒരുപാട് സോഷ്യൽ മീഡിയ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. നമ്മൾ ഒരുപാട് TV ഷോകൾ കാണാറുണ്ട്, ഒരുപാട് മൂവീസ് കാണാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ വാട്സാപ്പ്, ഇൻസ്റ്റഗ്രാം, ട്വിറ്റർ പോലത്തെ സോഷ്യൽ മീഡിയ ആപ്പുകള്. അതുപോലെ തന്നെ ബുക്കും ഒരു മീഡിയ ആണ്. അതൊക്കെ നമുക്ക് നമ്മളിൽ ഉണ്ടാക്കുന്ന ഇൻഫ്ലുവൻസ്, ആ പുസ്തകത്തിലൂടെയും ആ സോഷ്യൽ മീഡിയയിലൂടെയും വാട്സപ്പിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും നമുക്ക് തരുന്ന നല്ല വാല്യൂസ് എന്താണ്, അത് സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിക്കുന്നത് ആയതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ ഒരു പെർഫെക്റ്റ് സോഴ്സ് ആണെന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ അതിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ പൊതുവെ ഒരു സൂപ്പർ ഹീറോ മൂവീസ് ഒക്കെ കാണുന്ന ഒരാളാണെങ്കിൽ സൂപ്പർ ഹീറോ മൂവീസ് നമ്മൾ കാണുന്ന സമയത്ത് നമുക്കൊരു ധൈര്യം കിട്ടുന്നു. ആ സൂപ്പർ ഹീറോയെ പോലെ ആവണം, അല്ലെങ്കിൽ അദ്ദേഹം പെരുമാറുന്ന പോലെ ആവണം, അദ്ദേഹം ഒരാളെ സഹായിച്ചതുപോലെ നമുക്കും സഹായിക്കണം എന്നുള്ള ആ ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി, ആ ഒരു ഹെൽപ്പിംഗ് വാല്യൂ നമുക്ക് തരുന്നത് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മൂവിയിലൂടെ ആണെങ്കിൽ ആ
ഒരു സോഴ്സിന് പറയുന്നതാണ് സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് ഇത്രയും പോസിറ്റീവ് വാല്യൂസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, ഉണ്ടായി വരാൻ മാധ്യമങ്ങൾ നമ്മളെങ്ങനെ സഹായിക്കുന്നു എന്നുള്ളത് നമുക്ക് പറയാം. മറ്റൊരു ഒറിജിൻ ഓഫ് ഹ്യൂമൻ വാല്യൂ ആണ് റിലീജിയൻ ആൻഡ് സ്പിരിച്വാലിറ്റി. റിലീജിയൻ ആൻഡ് സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും വ്യത്യസ്ത മതങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്. നമുക്ക് പൊതുവെ നമ്മുടെ മതം പറയുന്നത് അനുസരിച്ച് ജീവിക്കാനേ നമുക്ക് പറ്റുള്ളൂ. നമ്മുടെ മതം കൽപ്പിക്കുന്ന രീതിയിൽ നമ്മൾ വിശ്വസിക്കുകയും പെരുമാറുകയും മറ്റുള്ളവരുടെ ഇടയിൽ ജീവിക്കുകയും ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്ക് ഉപദ്രവങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ലെങ്കിൽ നമ്മുടെ മതം നമുക്ക് തരുന്ന വാല്യൂസ് അത് ഒരു വ്യക്തി ഒരു മതത്തിന്റെ ഭാഗമായിട്ടാണ് അവൻ പഠിച്ചു വരുന്നത് അല്ലെങ്കിൽ ഉൾക്കൊള്ളുന്നത് എന്നുണ്ടെങ്കിൽ മതം അല്ലെങ്കിൽ അവന്റെ സ്പിരിച്വാലിറ്റി എന്നുള്ളത് ഒരു സോഴ്സ് ഓഫ് ഹ്യൂമൻ വാല്യൂ ആയിട്ട് നമുക്ക് കണക്കാക്കാം. ഉദാഹരണം പറയുകയാണെങ്കിൽ ഹെൽപ്പിംഗ് അതേഴ്സ്, നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളത് നമ്മുടെ മതത്തിന്റെ ഭാഗമായിട്ട് കൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ പഠിച്ചെടുത്ത ഒരു വാല്യൂ ആണ്. മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയും അവർക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയും മാത്രമല്ല അവരുടെ നീഡ് നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ നമ്മുടെ ചെറിയൊരു ധനസഹായം അല്ലെങ്കിൽ നമ്മുടെ ശാരീരിക സഹായങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ആർക്കെങ്കിലും ഭക്ഷിപ്പിച്ചു അതിലൂടെയൊക്കെ നമുക്ക് സാധിക്കും എന്നുള്ള ആ ഒരു ഗുഡ് വാല്യൂ അത് ഫോം ചെയ്തത് നമ്മുടെ മതത്തിന്റെ ഒരു കൽപ്പന പ്രകാരമാണെങ്കിൽ അത് പ്രകാരമാണ് നമ്മൾ ഈ ഒരു വാല്യൂ ഉണ്ടാകാൻ മതം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്പിരിച്വാലിറ്റി കാരണമായി എന്ന് പറയുമ്പോൾ മതം അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി ഒരു ഹ്യൂമൻ വാല്യൂ റിസോഴ്സ് ആയിട്ട് നമുക്ക് എണ്ണാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു സോഴ്സ് ഓഫ് ഹ്യൂമൻ വാല്യൂ ആയിട്ട് നമ്മൾ പറയപ്പെടാറുള്ളത് ഇവല്യൂഷൻ ആൻഡ് ബയോളജിക്കലി. ബയോളജി എന്ന് പറയുമ്പോൾ നമുക്ക് ജനിച്ചു വരുമ്പോഴേ നമുക്ക് കിട്ടുന്ന ചില ലിമിറ്റേഷൻസ് ഉണ്ടാവും. ചിലപ്പം നമ്മൾ പറയപ്പെടാറുണ്ടല്ലോ, നമ്മള് ചെറിയ ബ്രെയിനുള്ള ആളുകൾക്ക് ഇത്ര ചിന്തിക്കാനുള്ള കഴിവുണ്ടാവുള്ളൂ. ചിലപ്പം വിശാലമായിട്ടുള്ള ബ്രെയിനിന് നമുക്ക് ബയോളജിക്കലി നമുക്ക് കിട്ടുന്ന എന്തെങ്കിലും ഒരു റിസോഴ്സ്, വലിയ വിശാലമായിട്ടുള്ള ഫുൾ നെർവസും ഫുൾ എനർജിയും ഫുൾ പവറുള്ള ഒരു ബ്രെയിൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ചിന്തിക്കാനും കൂടുതൽ IQ പവർ നമുക്ക് ലഭിക്കുന്നു. അതൊക്കെ നമുക്ക് ബയോളജിക്കലി ലഭിക്കുന്നതാണ്. അത് കൂട്ടാനും കുറക്കാനൊക്കെ പറ്റും. പക്ഷെ എന്നാലും ബയോളജിക്കലി നമുക്ക് ലഭിക്കുന്ന ചില വാല്യൂസ് അത് ആ വാല്യൂസിനെ നമുക്ക് കണക്കാക്കാം ബയോളജിക്കലി നമുക്ക് ലഭിക്കുന്നതാണ്. ഇവല്യൂഷന്റെ ഭാഗമായിട്ട് നമുക്ക് പറയാം, നമ്മൾ ആദ്യമൊക്കെ തെറ്റാണെന്ന് ധരിച്ചിരുന്ന ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കിപ്പോ ജെൻഡറിന്റെ വിഷയത്തിൽ ട്രാൻസ്ജെൻഡേഴ്സ് LGBT കമ്മ്യൂണിറ്റീസ് അവര് മുമ്പേ ഉണ്ടായിരുന്നു. പക്ഷെ അവർ പൊതുവെ ഒരു മൂലയിൽ ജീവിക്കുന്ന ആളുകളായിരുന്നു. അവർക്ക് സഹായിക്കാൻ ആളുകൾ ഉണ്ടായിരുന്നില്ല. അവരെ മീഡിയയുടെ മുമ്പിൽ വെച്ച് അവരുടെ സിറ്റുവേഷൻസ് ഒക്കെ പുറത്തേക്ക് എത്തിക്കാനും മുമ്പേ ഒന്നും അങ്ങനത്തെ സിറ്റുവേഷൻ ഇല്ലായിരുന്നു. പക്ഷെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മൾ ആ ഒരു സമൂഹത്തെ പരിഗണിക്കാൻ തുടങ്ങി, അവരെ സമൂഹത്തിന്റെ മുൻപന്തിയിലേക്ക് എത്തിക്കാൻ തുടങ്ങി. ഇത് കാലങ്ങൾ എടുത്തുകൊണ്ട് സമയം എടുത്തുകൊണ്ട് മുമ്പ് ഇല്ലാത്തൊരു പ്രവണത പുതിയതായിട്ട് ഉണ്ടായി വന്നൊരു സംഭവമാണ്. അപ്പൊ അതിലൂടെ നമ്മൾ എന്ത് പറയാം, ഇവല്യൂഷണൽ ഓർ ബയോളജി മുമ്പില്ലാത്തൊരു സംഭവം കൊണ്ടുവന്നു, ഇവല്യൂഷൻ മുഖേനയും ബയോളജി മുഖേനയും. അത്തരം വാല്യൂസിനെ നമുക്ക് ഈ ഒരു റിസോഴ്സിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതിനാൽ ഇവല്യൂഷൻ ഓർ ബയോളജിക്കലി എന്നുള്ളത് ഒരു ഗുഡ് ഹ്യൂമൻ വാല്യൂസ് റിസോഴ്സ് ആണെന്ന് നമുക്ക് പറയാം. അടുത്ത ടോപ്പിക് നമുക്ക് ഇതിൽ ചർച്ച ചെയ്യാനുള്ളത് ഹ്യൂമൻ വാല്യൂസ് ഫ്രം ഇൻഡിവിജ്വൽ ടു യൂണിവേഴ്സൽ പെർസ്പെക്റ്റീവ്. ഈ ടോപ്പിക്കില് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഹ്യൂമൻ വാല്യൂസ്, നമുക്ക് മനസ്സിലായി സെറ്റ് ഓഫ് ഹ്യൂമൻ വാല്യൂസ് എന്തൊക്കെയാണെന്നുള്ളത്. അത് ഒരു ഇൻഡിവിജ്വൽ കേസിൽ നിന്നും ഹ്യൂമൻ പെർസ്പെക്റ്റീവിലേക്ക് എങ്ങനെ പ്രാധാന്യം ലഭിച്ചു എന്നുള്ളതാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്.
പൊതുവെ ഇതിൽ 3 കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഒന്ന് ഇന്ത്യൻ പെർസ്പെക്റ്റീവ്. നമുക്ക് നമ്മളെല്ലാവരും ഇന്ത്യക്കാരായതുകൊണ്ട് തന്നെ ഇന്ത്യൻ പെർസ്പെക്റ്റീവിൽ ഇൻഡിവിജ്വൽ ഒരു വ്യക്തിഗതയിൽ നിന്നും യൂണിവേഴ്സൽ പെർസ്പെക്റ്റീവിലേക്ക് വളർന്നു വന്ന ഹ്യൂമൻ വാല്യൂസ് എന്തൊക്കെയാണ് ഒന്നത്. രണ്ടാമത്തതായിട്ട് ബുദ്ധിസ്റ്റ് പെർസ്പെക്റ്റീവ്. ബുദ്ധൻ എന്ന് പറയുന്ന ഒരുപാട് ആളുകൾ കൊണ്ട് നടക്കുന്ന നമ്മുടെ നല്ല വാല്യൂസ് ഒക്കെ, നല്ല ഗുഡ് വാല്യൂസിനെ പ്രൊമോട്ട് ചെയ്ത ബുദ്ധൻ അവരുടെ ചില വിശ്വാസങ്ങൾ അത് യൂണിവേഴ്സൽ പെർസ്പെക്റ്റീവിലേക്ക് എത്തിയതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് അത് നമുക്ക് ഡിസ്കസ് ചെയ്യാണ്ട്. അതുപോലെ തന്നെ യൂണിവേഴ്സൽ ഹ്യൂമൻ വാല്യൂസ്, യൂണിവേഴ്സലി നമ്മൾ അംഗീകരിക്കപ്പെടുന്ന ഹ്യൂമൻ വാല്യൂസ് എന്തൊക്കെയാണെന്നാണ് ഈ ഒരു ടോപ്പിക്കിന് കീഴിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, പഠിക്കാനുള്ളത്. ആദ്യമായിട്ട് ഇന്ത്യൻ പെർസ്പെക്റ്റീവില് നമ്മൾ 4 പുരുഷോത്താസ് ആണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഒന്നാമതായിട്ട് ഇന്ത്യൻ ഫിലോസഫിയില് ഹ്യൂമൻ വാല്യൂസ് 4 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ആർത്താസ്, കാണാമല്ലോ അല്ലെ? ആർത്ത എന്ന് പറയുന്നത് നമുക്ക് ലഭിക്കുന്ന വെൽത്ത് അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന മെറ്റീരിയൽസ്, പ്രത്യേകിച്ചും നമുക്ക് ഒരു കാർ ലഭിക്കുന്നു, അല്ലെങ്കിൽ നമുക്കൊരു ബൈക്ക് വാങ്ങാൻ സാധിക്കുന്നു, നമുക്ക് ഒരു വീട് വെക്കാൻ സാധിക്കുന്നു. അത്തരം നമുക്ക് മെറ്റീരിയൽസിലൂടെ നമുക്ക് ലഭിക്കുന്ന ആ ഒരു ഫിസിക്കൽ വെൽബീയിങ്. ഒരു കാർ ഉണ്ടാകുമ്പോൾ നമുക്കൊരു വാല്യൂ കൂടുന്നു, നമ്മുടെ സോഷ്യൽ ലൈഫ് ഒന്നും കൂടെ മെച്ചപ്പെടുന്നു. ആ ഒരു സംഭവത്തെയാണ് ആർത്ത എന്ന് സൂചിപ്പിക്കുന്നത്. നമ്മുടെ ഏണിങ്സ്, നമ്മുടെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നു. അതാണ് കാര്യമായിട്ടും ഉദാഹരണമായിട്ടും നമ്മൾ പറയാറുള്ളത്. രണ്ടാമത്തത് കാമ എന്ന് പറയുമ്പോൾ പ്ലഷർ, നമുക്ക് ലഭിക്കുന്ന സന്തോഷങ്ങൾ, അതിന് നിമിത്തമാവുന്ന കാര്യങ്ങൾ, അതൊക്കെ നമുക്കൊരു ആഗ്രഹം പൂർത്തിയാവുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ, അതൊക്കെയാണ് കാമ എന്നതിലൂടെ വരുന്നത്, ഡിസൈർ. അത് മൂന്നാമത്തതാണ് ധർമ്മ, റൈറ്റസ്നെസ്. നമുക്ക് നമ്മുടെ സത്യസന്ധത, നമുക്കത് ഒരു ഇന്റഗ്രിറ്റി നിലനിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് അത് സഹായിക്കുന്നു. നാലാമത്തതാണ് മോക്ഷ, ലിബറേഷൻ. അതായത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അൾട്ടിമേറ്റ് ലക്ഷ്യം ഉണ്ടാവണം, അതുപോലെ തന്നെ ഫ്രീഡം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ലിബറേഷന്റെ കീഴിൽ വരുന്നതാണ്. അപ്പൊ ഇത് 4 ഇന്ത്യൻ പെർസ്പെക്റ്റീവിലുള്ള 4 പുരുഷോത്താസാണ്. രണ്ടാമത്തെ കാര്യം ബുദ്ധിസ്റ്റ് പെർസ്പെക്റ്റീവ്. ബുദ്ധന്റെ പെർസ്പെക്റ്റീവില് നമുക്ക് പ്രധാനമായിട്ട് നോക്കാനുള്ളത് 8 ഫോൾഡ് പാത്ത് അദ്ദേഹം ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ 8 ഫോൾഡ് പാത്തുകൾ ബുദ്ധിസം നമ്മളെ പഠിപ്പിക്കുന്ന നമ്മുടെ ലൈഫ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ ബെറ്റർ ക്വാളിറ്റി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന 8 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ബുദ്ധിസം നമ്മളെ പഠിപ്പിക്കുന്നത്. ഒന്നാമതായിട്ട് ഈ സംസ്കൃത് വാക്കുകൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. അതിന്റെ അർത്ഥങ്ങളാണ് ഇവിടെ പറയുന്നത്. റൈറ്റ് ഓഫ് പെർസെപ്ഷൻ. നമ്മൾ നമ്മുടെ ജീവിതത്തെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ശരിയായ ഒരു കാഴ്ചപ്പാട് നമ്മൾക്കുണ്ടായിരിക്കണം എന്നാണ് ഒന്നാമത്തേതായിട്ട് പറയുന്നത്. അതായത് നമ്മൾ രാവിലെ എണീക്കുന്നു, ബ്രഷ് ചെയ്യുന്നു, മേ ബി വാഷ്റൂമിൽ പോകുന്നു, നമ്മൾ ചായ കുടിക്കുന്നു, നമ്മൾ പാരന്റ്സിനെ കാണുന്നു, അവരെ വിഷ് ചെയ്യുന്നു, ഗുഡ് മോർണിംഗ് പറയുന്നു. നമ്മൾ ഡെയിലി ലൈഫ് ചെയ്യുന്ന എല്ലാ ഓരോ ടാസ്കുകളൊക്കെ അതിനൊക്കെ കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ നമുക്കുണ്ടായിരിക്കണം. നമ്മളിപ്പം ആരെങ്കിലും കാണുന്ന സമയത്ത് വിഷ് ചെയ്യുകയാണ്,
അവരോടുള്ള ബന്ധം ഊട്ടി ഉറപ്പിക്കാൻ അത് സഹായിക്കുന്നു എന്നുള്ള കാഴ്ചപ്പാടോട് കൂടിയായിരിക്കണം നമ്മൾ അത് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ രാവിലെ എണീച്ചു എന്നുള്ളത് കൊണ്ടോ നമ്മൾ അപ്പുറത്ത് ഒരാൾ ഉണ്ട് എന്നുള്ളത് കൊണ്ടോ നമ്മൾ അത് ചെയ്യുകയല്ല വേണ്ടത്. നമുക്ക് നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന ഡെയിലി ടാസ്കുകൾ, ഡെയിലി റൊട്ടീനുകൾക്കൊക്കെ കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടോട് കൂടിയായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അതാണ് ഒന്നാമത്തതായിട്ട് പറയുന്നത്. രണ്ടാമത്തതായിട്ട് ബുദ്ധിസം നമ്മളെ പഠിപ്പിക്കുന്ന മറ്റൊരു പോസിറ്റീവ് വാല്യൂ ആണ് റൈറ്റ് ഡിറ്റർമിനേഷൻ. റൈറ്റ് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത് കൊണ്ട് ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് ഒരു താല്പര്യത്തോടു കൂടെയും ഇഷ്ടത്തോടു കൂടെയും ഫുള്ളി കമ്മിറ്റഡ് ആയിക്കൊണ്ടും നമുക്ക് ആ ഒരു കാര്യത്തെ ചെയ്യാൻ സാധിക്കണം. അത് നമ്മളിപ്പം വർക്ക് ചെയ്യുന്ന സമയത്ത് പൊതുവെ നമുക്ക് ആർക്കോ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നു, അതിൽ നമ്മുടെ മാനേജറുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ മറ്റു പല കാര്യത്തിനും വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ കമ്മിറ്റ്മെന്റ് പൊതുവെ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. കമ്മിറ്റ്മെന്റോട് കൂടി വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ കംഫർട്ട് സോൺ നമ്മൾ ബ്രേക്ക് ചെയ്തുകൊണ്ട് കൂടുതൽ ടാസ്ക് എടുത്തുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പഠിച്ചെടുക്കാനും അറിവ് നേടാനും കൂടുതൽ പുതിയ എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഇഷ്ടത്തോടു കൂടിയും താല്പര്യത്തോടു കൂടിയും ചെയ്യാൻ പറ്റും. ആ ഒരു സ്വാതന്ത്ര്യം നമുക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ബുദ്ധിസം നമുക്ക് പഠിപ്പിക്കുന്നത്. മറ്റേത് റൈറ്റ് സ്പേസ്. നമുക്ക് ശരിയായ രീതിയിൽ മാന്യമായിട്ടും മോശങ്ങൾ സംഭവിക്കാതെ നമുക്ക് ശരിയായ രീതിയിൽ നല്ല രീതിയിൽ നമ്മുടെ ഉള്ളിലുള്ള ഒരു കാര്യം മറ്റുള്ളവരോട് സംസാരിക്കാനും പ്രസംഗിക്കാനും സാധിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം രണ്ടാമത്തായിട്ട് റൈറ്റ് കണ്ടക്ട്. നമുക്ക് മറ്റുള്ളവരോട് പെരുമാറേണ്ട രീതി, നല്ല രീതി, അതൊക്കെ മറ്റൊരു വാല്യൂ ആണ് റൈറ്റ് വെക്കേഷൻ. അതായത് നമുക്ക് അതുകൊണ്ട് കാര്യമായിട്ടും ഉദ്ദേശിക്കുന്നത് ലൈവ്ലിഹുഡ്. നമ്മുടെ ശരിയായ കരിയറിലേക്ക് നമ്മുടെ സ്കില്ലുകൾ മാച്ച് ചെയ്തുകൊണ്ട് നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള, നമുക്ക് യോജിച്ച ഒരു സ്കില്ല് മാച്ച് ചെയ്യുന്ന, നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷൻ അല്ലെങ്കിൽ ഒരു ജോബ് അത് ചെയ്യുക. അതിലൂടെ കൂടുതൽ നമ്മുടെ പേഴ്സണൽ വെൽബീയിങ് നമ്മൾ നേടിയെടുക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതിനുശേഷം റൈറ്റ് എക്സസൈസ്. നമുക്ക് കൃത്യമായി വ്യായാമം ചെയ്യാൻ സാധിക്കുക, അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവുക, അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കൂടുതൽ ബെനിഫിറ്റ്സുകൾ. അതുപോലെ തന്നെ റൈറ്റ് മെമ്മറി. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു മൈൻഡ്ഫുൾനെസ്. നമുക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് മൈൻഡും നമ്മുടെ ചുറ്റുപാടും നമ്മൾ ജീവിക്കുന്ന സ്ഥലവും വർക്ക് ചെയ്യുന്ന സ്ഥലമൊക്കെ നമുക്കൊരു നല്ല ഓർമ്മകൾ സമ്മാനിക്കുന്ന രീതിയിലുള്ള ഓരോ മോട്ടീവ്സ് ആയിരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് അവസാനമായി റൈറ്റ് മെഡിറ്റേഷൻ. നമുക്ക് ഒരു നമ്മുടെ ഒരു സ്പിരിച്വൽ കണക്ഷൻ, ഒരു ട്രാൻസ്പെറൻസി, ഒരു തുറന്നു പറയുക. നമുക്ക് എന്തെങ്കിലും ഒരു തെറ്റുകൾ സംഭവിക്കുന്ന സമയത്ത് നമ്മൾ അതിനെ കൂടുതൽ ന്യായീകരിക്കാതെ അല്ലെങ്കിൽ അതിനെ കൂടുതൽ വെളുപ്പിക്കാൻ നോക്കാതെ തെറ്റ് സംഭവിച്ചതാണെങ്കിൽ നമ്മൾ ഏറ്റു പറയുകയും അതിനെ സമ്മതിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ യൂണിവേഴ്സൽ ഹ്യൂമൻ വാല്യൂസ്. യൂണിവേഴ്സൽ ഹ്യൂമൻ വാല്യൂസിന്റെ കീഴിൽ നമ്മൾ പൊതുവെ എണ്ണപ്പെടാറുള്ള ചില ഒരു ഹ്യൂമൻ വാല്യൂസ് ഉണ്ട്. അൺബയാസിസ്, ലോയാലിറ്റി, കോപ്പറേഷൻ, ട്രാൻസ്പെറൻസി, ഒബ്ജക്ടിവിറ്റി, ഡിസിപ്ലിൻ. ഇതൊക്കെ നമ്മൾ പൊതുവെ യൂണിവേഴ്സൽ ഹ്യൂമൻ റൈറ്റ്സിന്റെ കീഴിൽ നമുക്ക് എണ്ണപ്പെടാൻ പറ്റിയ തിരഞ്ഞെടുക്കപ്പെട്ട യൂണിവേഴ്സൽ ഹ്യൂമൻ വാല്യൂസ് ആണ്. നമുക്ക് മറ്റുള്ളവരെ ഒരു ബയാസും ഇല്ലാതെ, ഒരു മുൻധാരണയും ഇല്ലാതെ അവരെ പരിഗണിക്കാൻ പറ്റുക, പൊതുജനത്തിൽ എല്ലാവരെയും പരിഗണിക്കുക, പിന്നെ